നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു, ആരാ ഈ കുഞ്ഞെവിടെയായിരുന്നു? പറയാറിരിക്കാം മേഡം. അങ്കിള് എന്റെ പാവ. അങ്കിള് വാങ്ങിച്ചുതരാം മോളെ. ഇതാണോടാ ദിവ്യ പ്രസവിച്ച കുഞ്ഞ്? ഞങ്ങൾ എടുത്തോണ്ട് ഇതിൽ കുഞ്ഞായിരുന്നു മേഡം. എവിടുന്ന് കിട്ടിയമ്മേ മണ്ടന്മാരെ? സത്യമായിട്ട് ഞങ്ങൾ ഇത് എടുത്തപ്പോ മനുഷ്യ കുഞ്ഞായിരുന്നു. അയ്യോ സാറേ, ഞങ്ങളൊന്നും ചെയ്യലേ. അയ്യോ സാറേ, ഹോസ്പിറ്റലിൽ വെച്ചത് മാറിപ്പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. സാറേ സുല്ലേ വേണം, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കിട്ട് വരാം. വാ. ദീപക്കേ, എടാ, നീ ഇങ്ങനെ കിടന്ന് അലറിയിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവന്മാര് പോയിട്ടില്ലേ? അവന്മാര് കണ്ടുപിടിച്ചോണ്ട് വരും. പിന്നെ ലോകത്തെങ്ങും വാടക കുണ്ടകൾ ഇല്ലാത്ത പോലെ അമ്മയ്ക്ക് എവിടുന്ന് കിട്ടിയ മണ്ടന്മാരെ? എടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടാ ദീപക്കേ, നിങ്ങളെങ്ങനെ കെയർലെസ് ആയാലും എങ്ങനെ? നമ്മുടെ ഹോസ്പിറ്റൽ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാ. അകത്ത് കിടക്കുന്ന സ്ത്രീയോടും അവരുടെ കൂടെ വന്നവരോടും ഞാൻ എന്ത് സമാധാനം പറയാ? CCTV ചെക്ക് ചെയ്യാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞു ഡോക്ടർ. എന്റെ മോൻ ഋതിക മേഡം, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എനിക്ക് വേണം. ഇങ്ങനെ ബഹളം വയ്ക്കില്ലേ? ഞാൻ പോയി നോക്കട്ടെ മേഡം. എന്റെ കുഞ്ഞ്, മേഡം കൂടി വാ, നമുക്ക് കുഞ്ഞിനെ നോക്കാം. ദിവ്യ, നീ എന്താ ഈ കാണിക്കുന്നേ? നീ ഇവിടെ കിടക്ക്. പുറത്തിറങ്ങാനുള്ള ആരോഗ്യസ്ഥിതിയിലാണോ നീ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. നീ അവിടെ കിടക്ക്. ഇല്ല മേഡം, എന്റെ കുഞ്ഞിനെ എനിക്ക് ഇപ്പൊ കാണണം. എന്റെ കുഞ്ഞിനെ ഞാൻ ശരിക്കും കണ്ടിട്ട് പോലുമില്ല. അതിനു മുന്നേ എന്റെ കുഞ്ഞിനെ എനിക്ക് ഇപ്പൊ കാണണം മേഡം. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ദിവ്യ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ ദൈവമേ? എന്റെ കുഞ്ഞിനെ തിരിച്ചു താ. ഒന്നും ഉണ്ടാവില്ല. എന്റെ കുഞ്ഞിനെ തിരിച്ചു താ മേഡം. എന്റെ കുഞ്ഞ്, രാജു, ആരാ ഈ കുഞ്ഞെവിടെയായിരുന്നു? പറയാറിരിക്കാം മേഡം. അങ്കിള് എന്റെ പാവ. അങ്കിള് വാങ്ങിച്ചുതരാം മോളെ. നീ ഇതെവിടെയായിരുന്നാ? അണ്ണാ, ഞാൻ അണ്ണനെ തിരക്കി വന്ന് അവന്റെ മുന്നിൽ ചെന്ന് വിട്ടു. എന്നിട്ട് പിന്നെ ഭാഗ്യത്തിന് അവന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്തോ ഭാഗ്യം. എടാ, ഞാൻ നിന്നോട് കാർ സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ. അത് പിന്നെ അണ്ണ ലേറ്റ് ആയപ്പോ ലേറ്റായപ്പോ യവനെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. പോ. അയ്യോ അണ്ണാ, പോലീസ്. നീ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്ക്. പോ. ഇവിടെ ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ല. ആക്സിഡന്റ് Accident case? ചിലപ്പോ അപ്പുറത്തെ ബിൽഡിംഗിലായിരിക്കും. കുഞ്ഞുവാവയ്ക്ക് ഈ പാവ തരൂ. അങ്കിളെ പാവ. അങ്കിളിന്റെ കൂടെ വാ. ശരി ശരി. ഓ, സമാധാനമായി. നീ പോയി വണ്ടി എടുക്കണം. മോൾക്ക് അങ്കിള് പുതിയ പാവ വാങ്ങിത്തരാട്ടോ. ഋതിക മേഡം, ഞാൻ ഈ കുട്ടിയെ പാരന്റ്സിന്റെ അടുത്ത് ആക്കിയിട്ട് വരാം. ശരി രാജു. അമ്മേ, ജെയ്സനെ വിളിച്ചോ? വിളിച്ചടാ.
ആ കുഞ്ഞിന്റെ അടുത്തുനിന്ന് രാജുവും ഋതികവും മാറിയാലല്ലേ അവൻ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കുഞ്ഞ് ജനിച്ച് ഇന്ന് ഈ നിമിഷം വരെ രാജുവോ ഋതിയോ ഉറങ്ങിയിട്ട് പോലുമില്ല. ദിവ്യയുടെ കുഞ്ഞിനെ കൊണ്ട് എന്റെ ജീവിതം തുലയ്ക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് രണ്ടും. ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയതിനു ശേഷം രണ്ടിനെ എനിക്കൊരു പാഠം പഠിപ്പിക്കണമേ. നീ ധൈര്യമായിട്ടിരിക്കും മോനെ. നീ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. കൈക്കുഞ്ഞിനെ നോക്കി എത്ര ദിവസം രാജുവും ഋതികയും ഉറക്കമൊഴിഞ്ഞിരിക്കും. അവരുടെ കണ്ണൊന്ന് തെറ്റിയ ജെയ്സൺ ആ കുഞ്ഞിനെ പൊക്കും, അതുറപ്പാ. ദിവ്യയും കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. അതിനു മുൻപ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. പറ്റില്ല അമ്മേ, 5 ദിവസമൊക്കെ കാത്തിരിക്കുന്നത് അബദ്ധമാണോ? അമ്മാവൻ അതിനു മുമ്പ് DNA സാമ്പിൾ കൊടുക്കാൻ വേണ്ടി എന്നോട് ആശുപത്രി പോകാൻ പറയും. അതോർത്ത് നീ പേടിക്കണ്ട. പ്രതാപനെ ഞാൻ ഡീൽ ചെയ്തോളാം. കുഞ്ഞ് ദീപകിനെ പോലെ തന്നെയുണ്ട്. ആ കണ്ണും മൂക്കും ദീപകിനെ പറിച്ചു വെച്ച പോലെയുണ്ട്. അല്ലേ ശേഖരേട്ടാ? അതെ. എന്താതേന്ന്? ജനിച്ചു മണിക്കൂറുകൾ പോലും ആയില്ല ആ കുഞ്ഞിന് എന്റെ മകന്റെ ചായ ആണെന്ന് എന്തടിസ്ഥാനത്തിലാ നിങ്ങൾ ഈ പറയുന്നേ? ഇത് എവിടുത്തെ ഏർപ്പാടാ? ചേച്ചി, ഞങ്ങൾക്ക് തോന്നിയോ ഞങ്ങൾ പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് കുഞ്ഞിനെ നോക്കിക്കോ. കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോ ഞങ്ങൾ പറഞ്ഞ ശരിയാണെന്ന് ചേച്ചിക്ക് മനസ്സിലാവും. ഏയ്, ഇത് ദീപകിനെ പോലെ ഒന്നും അല്ല ഇരിക്കുന്നത്. ദീപകിന്റെ നിറവും മുടിയും ഒന്നുമില്ല. അത് വളർന്നു വരുമ്പോ നമുക്കറിയാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.